ഇന്ന് വേൾഡ് ആസ്മ ഡേ ആണ്. ഞാൻ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു കേസ് ആസ്മ കേസായിരുന്നു കേട്ടോ. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആസ്മ ആയിരുന്നു അതിന്. ഒരു കുട്ടിയാണ്. ഡെയിലി അതിന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്താലാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം വരിക. ഇൻഹേലർ എടുക്കുന്നുണ്ട് അതുകൂടാതെ. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിന് നിരന്തരം ലീവ് എടുക്കുക, അതിന് സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക. ഈ കുട്ടി കരച്ചിലാണ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട്, കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഹോമിയോപ്പതി ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്തതിന് ശേഷം ഗ്രാജുവലി ഈ ഒരു ആസ്മ അങ്ങോട്ട് കുറഞ്ഞു. ഡെയിലി വരുന്ന ആ ഒരു ആസ്മ കുറഞ്ഞിട്ട് വല്ലപ്പോഴുമൊക്കെ വരുന്നതായി. പിന്നീട് ചുമ കൂടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ചുമ ഒന്ന് കുറഞ്ഞിട്ട് തുമ്മൽ മാറി പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ആസ്മ ഉള്ള പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ ഒരു മെഡിസിൻ കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻഹേലറിലാണ് നമ്മുടെ ജീവിതം എന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഗ്രാജുവലി നമുക്ക് ഇൻഹേലർ പതുക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് മെഡിസിനും ഇല്ലാതെ നന്നായിട്ട് നോർമലായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആസ്മ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രത്യേകത നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹോമിയോപ്പതി മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു അസുഖം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.